ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നും വെള്ളരിക്ക വെച്ചിട്ടാണ് കേട്ടോ. പോകാൻ നോക്ക്. വെള്ളരിക്കും കൂടെ ഒരു കറിയാണ് കേട്ടോ. വെള്ളരിക്കും വെള്ളപ്പയറും വളരെ എളുപ്പത്തിലൊരു കറിയാണ്. അപ്പോൾ എങ്ങനെ വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നും പറയുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെ ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പോകണം, അതാണ് നിന്ന് ക്യാമറയിലേക്ക് വരുന്നത്. എല്ലാവരും ക്ഷമിക്കുക, കുറച്ച് പുകയുണ്ടാവും. ഇത് സൂപ്പർ വെള്ളരിക്കട്ടെ. നല്ല കളറുള്ള വെള്ളരിക്കയാണ് ഇന്നലെ കിട്ടിയത്. ഇന്ന് പച്ചക്കുത്തുള്ള വെള്ളരിക്ക. ഇതൊരു സിമ്പിളായൊരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഈ വെള്ളരിക്ക കളർ മാറിയിട്ടാണ് അങ്ങനെയാണ്. വെള്ളരിക്ക പഴുക്കുമോ? അപ്പോൾ മധുരം വരുമോ? അപ്പം ഇന്നലെ പഴുത്തിട്ടല്ലേ കണ്ടത്? ആണോ? എനിക്കറിയില്ല. പക്ഷെ അത് മൂത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞു. എന്നല്ല മോന് മൂത്തിട്ടില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞാലും കാക്ക ഒപ്പം കൂട്ടം കൂടുണ്ട്. എന്താ കുരു ഇത് പേടിയില്ലാണ്ട് വന്നിട്ടുണ്ട്. കല്ലാതെ പറഞ്ഞു. അങ്ങനെയല്ല അച്ഛാ മുറിക്കുക. അമ്മ കൂടുതൽ എന്ത് കുരു? ആ കുടലേ. അതാണ് അവള് എന്ത് ചോദിച്ചത്. തേങ്ങ കേട്ടോ. പോകാം അടുപ്പിൽ. തേങ്ങ മൂത്തിട്ടില്ല. നമുക്ക് വെള്ളരിക്ക വെള്ളപ്പയർ കറി വയ്ക്കാം. ഇത് കുതിർത്തതാണ് കേട്ടോ. 2-3 മണിക്കൂർ കുതിർത്തതാണ് പയർ. നല്ല പയർ കേട്ടോ. ഇതിലേക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കുക. 2 ചെറിയ വെള്ളരിക്ക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 4 വിസിൽ വരട്ടെ, വേകട്ടെ. അപ്പോൾ ഈ തേങ്ങ അരയ്ക്കാം. ചെറിയൊരു മുറി തേങ്ങ, ഒരു 3 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇതെല്ലാം കൂടി അരച്ചിട്ട് വരാം. പയർ വെന്താ നോക്കാം. ഓ സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഒന്നും അടങ്ങു പോയില്ല. ഞാൻ ചട്ടിയിലേക്ക് മാറ്റട്ടെ. ചട്ടിയിലേക്ക് മാറ്റാം. കറണ്ട് പോയി. ഇനി നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ആർട്ടിഫിഷ്യൽ കറണ്ട് ഉണ്ടാക്കി ഗൈസ്. കറണ്ടില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റ്, കറണ്ടില്ല. കുറച്ചും കൂടി ജാറ് കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളക്കട്ടെ. ഇതൊന്ന് തിളക്കട്ടെ. അരപ്പൊഴിച്ചിട്ട് കറി തിളച്ചു. ഇത്രയും മതി കേട്ടോ. ഇനി താളിക്കാം. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടാവട്ടെ കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില.
ഇതുണ്ടോ കറി, നല്ല അടിപൊളി കറി കേട്ടോ. വെള്ളപ്പയറും എന്നാണ് വെള്ളരിക്ക. സൂപ്പറല്ലേ? നമുക്ക് വെണ്ടയ്ക്ക മുട്ടത്തോരൻ വയ്ക്കാം. കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള, 2 പച്ചമുളക്. പച്ചമുളക് ഇണ്ടാ കാണില്ലല്ലേ? അയ്യോ, കറിവേപ്പില പോഷിച്ച് കുറച്ച് കറിവേപ്പില. ഉള്ളി മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ മൂത്ത് വന്നു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇനി നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കട്ടെ. കുറച്ചുള്ളൂ വെണ്ടയ്ക്ക. നന്നായി വഴറ്റിയെടുക്കും. നമ്മുടെ വെണ്ടയ്ക്ക വാടി ഉപ്പിട്ട് കൊടുത്തില്ല കേട്ടോ, ഓർമ്മയില്ല. വാടിയപ്പോൾ ഒന്നുമില്ല. ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ കേട്ടോ. കുറച്ചല്ലേ ഉള്ളൂ, കുറച്ച് മതി. ഐ ലവ് വെണ്ടയ്ക്ക സോ മച്ച്. ഇത് എനിക്ക് വെണ്ടയ്ക്ക ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ വെച്ചാൽ. ഇതിലേക്ക് 2 മുട്ട. 2 മതിയോ? 2 മതി. അത്ര ഉള്ള വെണ്ടയ്ക്കുള്ളൂ. വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്തവരും കഴിക്കും ഇങ്ങനെ വെച്ചാൽ, ഉറപ്പാണ്. ചിക്കി എടുക്കട്ടെ. ചിക്കു ചിക്കു ചിക്കി എടുക്കട്ടെ. നല്ല രസമുണ്ട്. വെണ്ടയ്ക്ക മുട്ടത്തോര റെഡിയായി. കുറച്ച് കുരുമുളക് പൊടി ഇട്ടാണ്. കുറച്ച് മതി. എന്താ മണം. വെണ്ടയ്ക്ക മുട്ടത്തോര റെഡിയായിട്ടാ. സൂപ്പറാണത്. ചോറ് തട്ടെ. ഉണ്ണിക്ക് ചോറാക്കുക കേട്ടോ. ഇന്ന് മട്ടരി ചോറാണ്. നമ്മുടെ വെള്ളപ്പയറും എനിക്ക് മറ്റേ വെള്ളപ്പയറും വെള്ളരിക്കയും കൂടി കറി ഒരു പ്രാവശ്യം വെച്ച് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് വെള്ളരിക്കും ചാറും മതി. വെള്ളപ്പയർ അവിടെ ഇരുന്നോട്ടെ. അടിപൊളിയാണ് കേട്ടോ. ഇന്ന് പറയുമ്പോഴേക്കും മൊത്തം വെള്ളപ്പയറാക്കി. വെണ്ടയ്ക്ക മുട്ടത്തോരൻ കൊണ്ടുപോയി കഴിച്ചതിന് തീർന്നു. സ്കൂളിലേക്ക് അയച്ചു വിട്ടെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.